ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അഖിലാണെങ്കിൽ ശ്യാമയോട് പാട്ട് പാടുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. താനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയണം, ഞാൻ എന്ത് പറയാനാണ്, സാറിന് അറിയത്തില്ലേ അരുന്ധതി മേഡത്തിന്റെ കാര്യം എന്നൊക്കെ പറയുന്നു. അവർ ഈ കാര്യം അറിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ഇത് തടയാൻ നോക്കുമെന്നൊക്കെ പറയുന്നു. അഖിലപ്പോൾ പറയുന്നുണ്ട് അവരതൊന്നും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ. GK സാറിന്റെ സംവിധാനത്തിൽ തന്റെ പാട്ടാണെങ്കിൽ ഫേമസ് ആകും, അത് കഴിഞ്ഞേ എല്ലാവരും അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, ഇപ്പൊ തനിക്ക് സപ്പോർട്ടായിട്ട് അച്ഛനും കൂടെയുണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയുമാണ്. രണ്ടുപേരും അടുത്തേക്ക് സാഗര മ്യൂസിക്കിൽ നിന്നും ഒരാൾ ചെല്ലുന്നു. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പൈസയാണെങ്കിൽ ഒരുപാട് കൂടുതലാണെന്നൊക്കെ. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട്, അത്രയും പൈസ തന്നാൽ മാത്രമേ വിസ്മയ പാട്ട് പാടത്തുള്ളൂ എന്ന്. അവസാനം അയാൾ സമ്മതിക്കുകയാണ്. അഡ്വാൻസ് ആണെങ്കിൽ 1,00,000 രൂപ തരാമെന്നൊക്കെ പറയുന്നു. കരാർ ഉറപ്പിച്ചിട്ട് അയാൾ പോയതിനു ശേഷം വിസ്മയ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയാണ് എന്റെ ഭാഗ്യം, ഇത്രയും പൈസ കിട്ടുമെന്നൊന്നും കരുതിയില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മൾ പാട്ട് പാടിപ്പിക്കുക ശ്യാമയെ കൊണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അരുന്ധതി അപ്പോൾ പറയണം, ഞാൻ ഉറപ്പായിട്ടും ശ്യാമയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും, അതിനുള്ള വഴിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ആനന്ദവർമ്മയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നു, അഖിലിന്റെ ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് വരാൻ പോകുന്നത്, അത് നമുക്ക് ആഘോഷമാക്കണമെന്നൊക്കെ പറയുന്നു. വസുന്ധരാമ അപ്പോൾ പറയുന്നുണ്ട്, അത് നടക്കത്തില്ല, അഖിലിന്റെ മാത്രമല്ലല്ലോ ശ്യാമയുടെ കൂടെയല്ലേ വെഡിങ് ആനിവേഴ്സറി, അവളുടെ പേരിലൂടെ എനിക്ക് ഫംഗ്ഷൻ നടത്താനൊന്നും താല്പര്യമില്ല. മറ്റുള്ളവരെ മുന്നിൽ അവളെ പരിചയപ്പെടുത്താൻ പോലും കൊള്ളത്തില്ല, അവളെ കാണാൻ പോലും ഭംഗിയില്ല എന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഭംഗിയിലൊന്നുമല്ല കാര്യം, സ്നേഹത്തിലും പെരുമാറ്റത്തിലുമൊക്കെയാണ് കാര്യമെന്നൊക്കെ പറയാണ്. ഐശ്വര്യ അപ്പോൾ പറയണം, അത്രയ്ക്ക് കുടുംബസ്നേഹമുള്ളവളാണെങ്കിൽ സ്വന്തം മകനെ അമ്മയിൽ നിന്നും വേർപിരിച്ചിട്ട് കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുന്നു. ആനന്ദവർമ്മ അപ്പോൾ ഐശ്വര്യയോട് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ തീ കോരിയിടാതെന്നൊക്കെ. ആനന്ദവർമ്മ എല്ലാവരോടുമായിട്ട് പറയണം, ശ്യാമയെ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല, അവളാണെങ്കിൽ നാളെ നിങ്ങളെക്കാട്ടിലൊക്കെ വലിയ ആളാകും. വസുന്ധരാമയോട് പറയുന്നുണ്ട്, നാളെ താനാണെങ്കിൽ ശ്യാമ എന്റെ മരുമകളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മ അവിടെ നിന്നും പോകുന്നു. ആ സമയത്ത് അമൃതേട്ടത്തെ വിചാരിക്കുന്നുണ്ട്, അച്ഛൻ പറയുന്നത് പോലെയൊക്കെ സംഭവിക്കണേ എന്നൊക്കെ. പിന്നീട് ശ്യാമയുടെ വീട്ടിലേക്ക് GK സാറും പ്രൊഡ്യൂസറും വരുന്നു. ശ്യാമയ്ക്കാണെങ്കിൽ പാട്ട് പാടാനുള്ള അഡ്വാൻസ് പൈസ കൊടുക്കുന്നു. അത് കിട്ടുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കൃഷ്ണനോട് നന്ദിയൊക്കെ പറയുന്നു. അതേസമയം വിസ്മയ്ക്കാണെങ്കിലും അഡ്വാൻസുമായിട്ട് സരിഗ കമ്പനി ചെല്ലുകയാണ്. വിസ്മയ്ക്കും 1,00,000 രൂപ കൊടുക്കുന്നു. റെക്കോർഡിങ്ങിന്റെ സമയമൊക്കെ പിന്നീട് അറിയിക്കാമെന്നൊക്കെ പറയുന്നു. പിന്നീട് ശ്യാമയാണെങ്കിൽ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കണം, എന്നെ കൈവിടരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ശ്യാമ പ്രാർത്ഥിക്കുന്നത് നോക്കി അഖിൽ നിൽപ്പുണ്ടായിരുന്നു. അഖിലിന്റെ അടുത്തേക്ക് ശ്യാമ വന്നിട്ട് പറയുന്നുണ്ട്, ഈ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും ശരിയാകും, എന്റെ കൃഷ്ണൻ എന്നെ കൈവിടില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് അരുന്ധതിയുടെയും വിസ്മയുടെയും അടുത്തേക്ക് ശ്യാമ ചെല്ലുന്നു. ശ്യാമ അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. വിസ്മയ്ക്കാണെങ്കിൽ വലിയ കമ്പനിയിൽ നിന്നും ഒരു പാട്ട് പാടാനുള്ള ഓഫർ കിട്ടിയിട്ടുണ്ട്, അത് നീ വന്ന് പാടണമെന്നൊക്കെ പറയാണ്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയും തൊട്ട് ഞാൻ വന്ന് പാടില്ല എന്നൊക്കെ. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട്, നീ കരാർ ലംഘിക്കാനുള്ള പ്ലാനാണോ, അതൊരിക്കലും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയും തൊട്ട് അതൊന്നും കാണിച്ചെന്നെ പേടിപ്പിക്കേണ്ട, അതിലൊന്നും ഞാൻ വീഴത്തില്ല എന്നൊക്കെ പറയുന്നു. അരുന്ധതി അപ്പോൾ പറയണം, നീ ഇപ്പൊ ആരുടെ ബലത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആനന്ദവർമ്മയുടെ ബലത്തിലാണെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതിലെന്താണ് തെറ്റ്, അദ്ദേഹമാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ അച്ഛനാണ്, എന്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നു. ശ്യാമ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ആ സമയത്ത് അരുന്ധതി വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിന്റെ തീരുമാനം ഉറച്ചതാണോ എന്നൊക്കെ. ശ്യാമ ഉറച്ച തീരുമാനമാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഈ തീരുമാനത്തിന് ഉറപ്പായിട്ട് നീ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെ. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്